മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും CPM നേതാക്കളുടെയും പങ്ക് അന്വേഷിക്കുക എന്നാവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചാണ് കാണുന്നത്. PSC കോഴ വിവാദത്തിൽ മന്ത്രിയുടെയും CPM നേതാക്കളുടെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാർച്ച്. ബെൻസൺ ചേരുന്നു. നമുക്കിപ്പം ബെൻസൺ, പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയോ? സേതുലക്ഷ്മി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ PSC കോഴ വിവാദത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്റെയും അതുപോലെ തന്നെ മറ്റ് CPM നേതാക്കളുടെയും പങ്കുണ്ട്. അത് കൃത്യമായും പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ശാന്തമായ രീതിയിലായിരുന്നു മാർച്ച് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിക്കുകയും പിന്നീട് ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജൽപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ സംസ്ഥാനപാത, വയനാട് കോഴിക്കോട് സംസ്ഥാനപാത ഉപരോധിക്കുന്ന തരത്തിലോട്ട് ഈ ഒരു പ്രതിഷേധം കടന്നത്. പ്രതിഷേധത്തിനെ തുടർന്ന് സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്നു. അങ്ങനെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 15 മിനിറ്റോളം ഇത്തരത്തിൽ ഈ സംസ്ഥാനപാത ഉപരോധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. നമുക്കറിയാം, ഈ PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന ആരോപണം ആദ്യഘട്ടം മുതൽക്കേ ഉയർന്നു വരുന്നതാണ്. കൃത്യമായിട്ടുള്ള നേതാക്കളുടെ പങ്ക് ഇതിലുണ്ട് എന്ന് ആരോപിക്കുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലവിലില്ല. മുഹമ്മദ് റിയാസിനടക്കം പങ്കുണ്ട് എന്ന വാർത്തകൾ ആദ്യഘട്ടം മുതൽക്കേ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള പരാതികൾ ലഭിക്കാത്തതിന്റെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക്, കൃത്യമായിട്ടുള്ള പോലീസ് അന്വേഷണത്തിലേക്ക് നടക്കാതിരുന്നത്. അതുപോലെ തന്നെ CPM-ഉം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണത്തിന് തയ്യാറാകണം. ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ടുള്ള വിശദീകരണത്തിന് തയ്യാറാകണം. പ്രമോദ് കോട്ടൂളി എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അത്തരത്തിലൊരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ആരോപിച്ചുകൊണ്ടാണ് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം, കൃത്യമായിട്ടുള്ള വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നെല്ലാം വേണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പ്രവർത്തകരെ എല്ലാം ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ശരി ബെൻസൺ, PSC കോഴ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും CPM നേതാക്കളുടെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ ബാബു കോഴിക്കോട് നിന്ന്.